കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ചേംബറിന് മുൻപിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. ഇരകൾക്കായി പ്രഖ്യാപിച്ച പാക്കേജ് വൈകുന്നതിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. രോഗികൾക്ക് സൗജന്യ ചികിത്സ എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഏറെ നാളുകളായി നീണ്ടകാലത്തെ സമരത്തിനൊടുവിലാണ് ഇത്തരത്തിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ഒരു പ്രത്യേക പാക്കേജ് എന്നുള്ളൊരു പരാമർശം കേരള സർക്കാർ പറയുന്നത്. അത് വലിയൊരു സമരം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടുപിന്നാലെയാണ് 2024 ജൂലൈ 30 സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിൽ നിന്ന് തന്നെ ഈ ഒരു പരാമർശം ഉണ്ടാകുന്നത്, അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു ആരോപണവുമായാണ് ഇപ്പോൾ ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഇപ്പോൾ കളക്ടറേറ്റിൽ വലിയ തോതിലുള്ള പ്രതിഷേധം. ഇപ്പോൾ രോഗബാധിതർ തന്നെ നേരിട്ട് കളക്ടർക്ക് മുമ്പിലേക്ക് സമരവുമായി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേച്ചി, എന്താണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ? ഇപ്പോൾ ഒരു വർഷം 3 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്നും ആയിട്ടില്ല. ഇതിനിടയ്ക്ക് നിരന്തരമായി നമ്മൾ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും കാണുന്നുണ്ട്. അപ്പോൾ ഒരു തവണ ഡെപ്യൂട്ടി കളക്ടർ കണ്ടപ്പോൾ പറഞ്ഞ് ചികിത്സ നൽകാം, അന്ന് നമുക്ക് എഴുതി താന്ന് പറഞ്ഞാൽ അത് തരുന്നില്ല. പിന്നീട് വന്നപ്പോൾ 3 മാസം അങ്ങനെ, അതൊന്നും നമുക്ക് വിഷയമല്ല. മുഖ്യമന്ത്രി പറഞ്ഞു അതിന് മേലെ ഒരാളില്ലല്ലോ. ഈ 1031 പട്ടിക ഞങ്ങൾക്ക് പെട്ടെന്ന് പൊട്ടിമുളിച്ചൊന്നുമല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇവരെന്നെ ഞങ്ങളെടുത്തിനി, എന്നിട്ട് കാരണമില്ലാതെ ഒഴിവാക്കിയതാണ്. അപ്പോൾ നമുക്കിനി സമരത്തിലേക്ക് പോകാൻ പറ്റൂല. ലാസ്റ്റ് ഇവിടെ വന്ന് ആകെ മരവിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് ഇപ്പോൾ എഴുതി തന്നാൽ ഞങ്ങളിടുന്ന് പോകും. ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരെ കുറിച്ച് കൃത്യമായ ഒരു വിവരമില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം. കാരണം മറ്റ് ജില്ലകളെ പോലെയല്ല, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പ്രത്യൊരു ഡെപ്യൂട്ടി കളക്ടർ കൂടി ഉണ്ട്. ഇത്തരത്തിലുള്ള ദുരിതബാധിതരുടെ പ്രശ്നങ്ങളും മറ്റ് പരിഹാരങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനായി. എന്നാൽ സെൽ യോഗങ്ങൾ പോലും വലിയൊരു കാലയളവായി വിളിച്ചു ചേർത്തത്. ഇതിനിടയിൽ ഒരു യോഗം വിളിച്ചു ചേർത്തത് ഓൺലൈനായാണ്. എന്നാൽ ഓൺലൈൻ യോഗങ്ങൾ കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ രോഗികളും അവരുടെ ബന്ധുക്കളും പറഞ്ഞു വയ്ക്കുന്നത്. ഷാജു ചന്തപ്പരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.